നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 1, 2 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 1 വെളുപ്പിന് 3:14 AM മുതൽ മെയ് 3 രാവിലെ 6:37 AM വരെ ഉള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഒരു ഫലപ്രാപ്തി കുറയും. അപ്പോൾ അത് ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല ദക്ഷിണ. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ആദ്യം നമ്മൾ മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. അപ്പോൾ ഇവർക്ക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം ശനിയും ചൊവ്വയും പ്രതികൂലമാണ്, രണ്ടും പാപഗ്രഹങ്ങളാണ്. ഇത് രണ്ടും ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫലം തരുന്ന ഗ്രഹങ്ങളാണ് ചൊവ്വയും ശനിയും. അപ്പോൾ ഈ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ അഗ്നി കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ഇവർക്ക് 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ 9 ഗ്രഹങ്ങളിൽ ഒരെണ്ണം പോലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം വരുന്നില്ല. മറിച്ച് ഒന്നുകിൽ പ്രതികൂലം അല്ലെങ്കിൽ അനുകൂലം, ആ രീതിയിൽ. ഇപ്പോൾ അനുകൂലമായിട്ട് 4 ഗ്രഹങ്ങളുണ്ട്. വ്യാഴം ധനസ്ഥാനത്ത് വയ്ക്കുന്നു, 2-ാം ഭാവത്തിൽ. ചന്ദ്രൻ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശിഖി അഥവാ കേതു 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശുക്രൻ 12-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 4 ഗ്രഹങ്ങൾ അനുകൂലവും 5 ഗ്രഹങ്ങൾ പ്രതികൂലവുമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഗ്രഹവുമില്ല. പകരം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽപ്പുണ്ട്. സൂര്യൻ അത് 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് ജന്മത്തിൽ നിൽക്കുന്നു. സൂര്യൻ മേടത്തിൽ തന്നെയാണ്, ഉച്ച രാശിയിലാണെങ്കിലും അത് ജന്മത്തിൽ നിൽക്കുന്നത് അത്ര സുഖകരമല്ല. ദേഹാസ്വാസ്ഥ്യം, മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഒക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ശനി, ചൊവ്വ. ശനി ഏഴരശനിയാണ്, ശനിയുടെ തുടക്കം മേടം രാശി. അപ്പോൾ അതുപോലെ തന്നെ ചൊവ്വ 4-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ രാഹു അഥവാ സർപ്പം 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ബുധനും നഷ്ടസ്ഥാനത്തേക്കാണ്. അപ്പോൾ ഈ 4 പാപഗ്രഹങ്ങളും ബുധനും ഇവിടെ പ്രതികൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിവതും എല്ലാ ദിവസവും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുക. മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിക്കുക. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയേണ്ടത്, നമുക്കിവിടെ 3 ഗ്രഹങ്ങൾ വ്യയസ്ഥാനത്ത് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് 12-ാം ഭാവത്തിൽ. അപ്പോൾ ഈ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ദയവായിട്ട് ചെയ്യരുത് ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അങ്ങനെ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നടത്താൻ. കാര്യം വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 12-ാം ഭാവത്തിൽ
3 ഗ്രഹങ്ങൾ വരികയാണ്. അതിൽ തന്നെ ശനിയും സർപ്പവും 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുകയാണ്. 7 ശനിയുടെ തുടക്കമാണ്. അപ്പോൾ അത്ര നല്ല ദിവസങ്ങളല്ല മേടൻ രാശിക്ക്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ 3 എണ്ണം പാപഗ്രഹങ്ങളാണ്. 3 അല്ല 4 എണ്ണം പാപഗ്രഹങ്ങളാണ്. ഈ പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നതാണ് കൂടുതൽ ഗുണകരം. അതേസമയം പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ അതുപോലെ പണിയും പ്രതീക്ഷിക്കണം. ഇവിടെ 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴം, ജന്മവ്യാഴം, അതുപോലെ തന്നെ സൂര്യൻ ഈ വ്യയസ്ഥാനത്ത് 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് ഈ 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ മറികടക്കാൻ പറ്റും. അതുപോലെ തന്നെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് 4 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. സൂര്യൻ ശനി, സർപ്പം, ബുധൻ, ശുക്രൻ. അപ്പോൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വിജയസാധ്യത കാണുന്നു. ശനി സർവകാര്യ വിജയം. പിന്നെ പെട്ടെന്ന് ശനിയുടെ കാര്യം പറയുകയാണെങ്കിൽ സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിന്നെ രാഹു അഥവാ സർപ്പം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം, അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനലാഭം, അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ നേട്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ ശുക്രൻ നിൽപ്പുണ്ട്. ഇവർ 3 പേരും സുഹൃത്തുക്കളുമാണ്. അതായത് ശനി, സർപ്പം, ശുക്രൻ ഇവർ 3 പേരും കൂടി അനുകൂലമായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ, ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. ഈ ഓഹരി വിപണി, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, അതായത് ഭൂമി ക്രയവിക്രയം, അതൊക്കെ ഈ ഭാഗ്യപരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. കാരണം ഒരു ഭൂമി കച്ചവടമൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഈ ഭാഗ്യം കൊണ്ട് മാത്രം നടക്കുന്നൊരു സംഭവമാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ രീതിയിലുള്ള ധനവരവ്. അപ്പോൾ അതൊക്കെ ഇവിടെ സംഭവിക്കാനിടയുണ്ട്. പിന്നെ ലോട്ടറി ഭാഗ്യം, ഇതെല്ലാം ചേരുന്ന ഒരു സംഭവം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഇവർക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് നേട്ടങ്ങൾ, അപ്രതീക്ഷിത ധനലാഭം, വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം ഇവർക്ക്. പിന്നെ ജന്മവ്യാഴമാണ്. കുറച്ച് ഈ ഭൗതിക സുഖങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി നമുക്ക് മിഥുനം രാശിയുടെ കാര്യം നോക്കാം. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഇവിടെ ശനി 9ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്, മിഥുനം കർമ്മഭാവത്തിൽ നിൽക്കുകയാണ് ശുക്രൻ. അതുപോലെ തന്നെ കർമ്മഭാവത്തിൽ ശനി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ശനി കർമ്മഭാവത്തിൽ വരുന്നത് അത്യാവശ്യം നല്ലത് തന്നെ. പക്ഷേ അത് കണ്ടകശനിയാണ്. എന്നാൽ തന്നെയും ഇവർക്ക് പൊതുവിൽ ശനിയും വ്യാഴവും, വ്യാഴം 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ശനിയും വ്യാഴവും പ്രതികൂലമാണ്. എങ്കിലും ഇവർക്ക് പൊതുവെ മറ്റ് ഗ്രഹങ്ങളൊക്കെ ഒന്നുകിൽ ഗുണദോഷ സമ്മിശ്രമോ അല്ലെങ്കിൽ അനുകൂലമോ ആണ്. 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ഈ സൂര്യൻ
അനുകൂലമായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു സൂര്യൻ. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം നമുക്ക് ഉറപ്പിക്കാം. അത് മേടം മാസം മുഴുവനുണ്ട്. അതുപോലെ തന്നെ ബുധൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ്, 10ാം ഭാവത്തിൽ അനുകൂലമായിട്ട്. എങ്കിലും നീചരാശിയിലാണ് നിൽക്കുന്നത് എന്നാൽ തന്നെയും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ തൊഴിൽപരമായിട്ടും, അതായത് കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടം ഉണ്ടാവും, വിദ്യാഭ്യാസ രംഗത്തൊക്കെ നേട്ടം ഉണ്ടാവും. പിന്നെ ഇവിടെ ശുക്രൻ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് വലിയ ഗുണകരമല്ല. അതായത് ദോഷമൊന്നുമില്ല, ദോഷം എന്ന് പറയാൻ പറ്റത്തില്ല, ശുഭഗ്രഹമാണ് ശുക്രൻ. എങ്കിലും ശനി കൊണ്ട് ഇവർക്ക് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് തൊഴിൽ പരമായിട്ട് നേട്ടമുണ്ട്. അതിൻ്റെ കൂടെ 11ാം ഭാവത്തിൽ സൂര്യനും അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അത് മേടമാസം മുഴുക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഞാൻ പറയുന്നു. കാര്യം ശനിയും വ്യാഴവും ഒക്കെ പ്രതികൂലമാണ്. എന്നാൽ തന്നെയും ഈ സൂര്യൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ഇവിടെ കാണുന്നു. അതായത് സൂര്യൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് മിഥുനൻ രാശിക്കാർക്ക് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഒക്കെ പ്രതീക്ഷിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, തൊഴിൽപരമായിട്ടുള്ള നേട്ടം എന്ന് ചുരുക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഇത് വലിയ ദൈർഘ്യമുള്ള വീഡിയോസ് ആണെന്ന് പൊതുവെ പരാതിയുണ്ട്. ഇത് പരമാവധി ചുരുക്കാൻ ശ്രമിച്ചാലും അത് പ്രായോഗികമായിട്ട് നടക്കത്തില്ല. ഇപ്പോൾ ഇതാ 11 മിനിറ്റായി, 3 രാശിക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ അപ്പോൾ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കാര്യം പറയാം. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പൊതുവേ ഇവർക്ക് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ചൊവ്വ മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് പക്ഷേ ജന്മത്തിലുമാണ് ചൊവ്വ നിൽക്കുന്നത്. അത് തന്നെ നീചരാശിയിൽ കർക്കിടകം രാശിയിൽ തന്നെ നിൽക്കുകയാണ്. അത് ഇച്ചിരി ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇവർക്ക് പ്രതികൂലമായിട്ട്. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അതായത് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവും 5 ഗ്രഹങ്ങൾ അനുകൂലവും ഈ ചൊവ്വ മാത്രം പ്രതികൂലവും. അപ്പോൾ അവിടെ നമുക്ക് പൊതുവെ ഗുണാധിക്യമെന്ന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ പോരാ, അല്പം മോശമല്ലാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമേ തരുന്നുള്ളൂ. എങ്കിലും പൊതുവെ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് പ്രധാനമായിട്ട് പറയുന്നത്. കാര്യം ഇവിടെ കർമ്മഭാവത്തിൽ സൂര്യൻ. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ഇതെല്ലാം ചുരുക്കിയാണ് പറയുന്നത്. ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ എന്നിട്ട് ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടം ഉണ്ടാവും. പിന്നെ അത് ഈ പറയുന്ന 9ാം ഭാവത്തിൽ ശുക്രനും സർപ്പവും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ്. ശനി 9ാം ഭാവത്തിൽ വലിയ ദോഷം ചെയ്യത്തില്ല, എങ്കിലും വലിയ ഗുണവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം ശനി 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ. പിന്നെ ഇവർക്ക് ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അറിയാമല്ലോ, 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ വ്യാഴം മെയ് 14-ാം തീയതി ഇവർക്ക് പ്രതികൂലമായിട്ട് വരും. അതുകൊണ്ട് മെയ് 14-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പിന്നെ വ്യാഴം കൊണ്ട് ഗൃഹലാഭം, വാഹനലാഭം, അതുപോലെ തന്നെ ഭക്ഷണസുഖം, ശയനസുഖം, അതുപോലെ ലൗകിക സുഖങ്ങളൊക്കെ ചെയ്യാൻ കാര്യമായിട്ട് ഇവർക്ക് നേട്ടം ഉണ്ടാകും. പക്ഷേ മെയ് 14 കഴിയുമ്പോഴത്തേക്ക് വ്യാഴം പ്രതികൂലമായിട്ട് 12ാം ഭാവത്തിൽ വരും. അതിനു മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം.
ചിങ്ങം രാശിക്ക് ചൊവ്വ, ശനി, സർപ്പം ഇവ പ്രതികൂലങ്ങളാണ്. അതേസമയം ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഇവ അനുകൂലമാണ്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. എങ്കിലും ഇവിടെ നമുക്ക് ശനി അഷ്ടമശനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടുകൾ നടത്തുക, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക, മന്ത്രജപങ്ങൾ, പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. പിന്നെ രാഹു അഷ്ടമത്തിലാണ് ശനിയും സർപ്പവും നിൽക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക. ചൊവ്വ ഇവിടെ പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ 3 പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എങ്കിലും ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഗ്നിഭയം, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ പൊതുവെ ചിങ്ങം രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. കഴിവതും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുക. രാഹു എന്തായാലും മെയ് 18-ാം തീയതി മാറും. അപ്പോൾ അതിനുശേഷം കുറേ ബെറ്റർ ആവും. അത് മാത്രമല്ല, വ്യാഴം ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരാൻ പോവുകയാണ് മെയ് 14-ാം തീയതി. അപ്പോൾ മെയ് 14-ന് ശേഷം, പ്രത്യേകിച്ച് മെയ് 18-ന് ശേഷം ഇവർക്ക് നല്ല കാലമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ചിങ്ങം രാശിക്ക് ഇവിടെ നമ്മൾ അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളായിട്ട് പറയുന്നു. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഇവിടെ സൂര്യൻ പ്രതികൂലമാണ്, അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ശനി അനുകൂലമല്ല. എങ്കിലും വ്യാഴം ഇവർക്ക് അത്യധികം ഗുണാധിക്യം കൊണ്ടുവരുന്നു. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴമുണ്ട്. അപ്പോൾ ലൗകിക സുഖങ്ങൾ, സർവവിധ സൗഭാഗ്യം ഒക്കെ ഉണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാകും. കാര്യം ശനിയും സൂര്യനും പ്രതികൂലമാണ്. എങ്കിലും ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വയുണ്ട്. അപ്പോൾ ഈ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്കത് മറികടക്കാൻ പറ്റും. ചൊവ്വയും വ്യാഴവും. അപ്പോൾ ശരിക്കും ഈ തൊഴിൽപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാരണം അഷ്ടമത്തിലാണ് സൂര്യൻ, അപ്പോൾ അതുകൊണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഈ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല ഭാവം കൊണ്ട് അതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ 7ാം ഭാവത്തിലാണ് 4 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അതത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. കാരണം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട്, ദാമ്പത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിവതും ഇവരെ ഈ കുറച്ചുകൂടി ബെറ്ററായിട്ട് വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും മെയ് 18-ന് ശേഷം സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് വരും, 6ാം ഭാവത്തിൽ വരും. അപ്പോൾ മെയ് 18-ന് ശേഷം ഇവർക്ക് നല്ല ഒരു മാറ്റം, ഒരു 1.5 വർഷത്തേക്ക് രാഹു അനുകൂലമായിട്ട് വരും. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാവും. പിന്നെ ഈ പദങ്ങൾക്ക് തീർച്ചയായിട്ടും പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അതിൽ തന്നെ ഈ 7ാം ഭാവത്തിലെ സർപ്പവും ശനിയും കൂടെ ഒക്കെ നിൽക്കുന്ന അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനും ഈ പൂർവികരുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു കാലയളവിലേക്ക് ഇവർ മാറും. മെയ് 18-ന് രാഹു
കുംഭം രാശിയിൽ വരുമ്പോൾ. അപ്പോൾ അത് നമുക്ക് നേട്ടമായിട്ട് എടുക്കാൻ പറ്റും. അത് അപ്പോൾ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മെയ് 18 ശേഷം ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ കന്നിരാശിക്ക് അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള സമയമാണ്. മെയ് 18 ശേഷം ഇവർക്ക് നല്ല കാലം വരും. ഇനി തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാര്യം ഇവർക്ക് ഈ 3 പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. പിന്നെ അത് കൂടാതെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ മെയ് 14 രാത്രിയിൽ വ്യാഴം അനുകൂലമായിട്ടും വരും. ഭാഗ്യസ്ഥാനത്ത് 9 അതിൻ്റെ കൂടെ ശനിയും സർപ്പവും ശിഖിയും ഒക്കെ ഇപ്പം തന്നെ അനുകൂലമാണ്. അത് രാഹു മാറും മെയ് 18-ാം തീയതി, പക്ഷെ അതും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ ഭവിക്കുകയാണ്. അപ്പോൾ ദീർഘകാലം ഒരേ രാശിയിൽ തുടർന്ന് ശനി, വ്യാഴം, സർപ്പം, അതുപോലെ തന്നെ ശിഖി, ഇതൊക്കെ മെയ് 18 മുതൽ മെയ് 14 തൊട്ട് ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരാൻ കിടക്കുകയാണ്. അത് ഒരു 2 ആഴ്ചയും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഫലത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. അതൊരു വലിയ കാര്യമാണ്. അത് തന്നെ ഉള്ളത് തന്നെ പ്രതികൂലമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് വ്യാഴമാണ്. പക്ഷെ അത് ശുഭഗ്രഹമായതുകൊണ്ട് നമ്മൾ വലിയ ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ പാപഗ്രഹങ്ങൾ പ്രധാനമായിട്ടുള്ളതെല്ലാം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു പോസിറ്റീവ് റിസൾട്ട് ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ സൂര്യൻ ഇവിടെ അത്ര വലിയ ഗുണകരമായിട്ടുള്ള സ്ഥിതിയിലല്ല നിൽക്കുന്നത്. അതൊക്കെ അത്യാവശ്യം തൊഴിൽ പ്രശ്നങ്ങൾ വല്ലതൊക്കെ ഉണ്ടാവുമെങ്കിൽ തന്നെ ഇവിടെ ശനിയും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേട്ടങ്ങൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ നമുക്ക് മറികടക്കാൻ പറ്റും. നിയമപ്രശ്നങ്ങളൊക്കെ അഥവാ ഉണ്ടാകുന്നെങ്കിൽ മറികടക്കാൻ പറ്റും പൊതുവെ. പിന്നെ തീർച്ചയായിട്ടും രാഹു അനുകൂലമായതുകൊണ്ട് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാവും. പിന്നെ പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാര്യം പൊതുവെ ഈ ബേസിക്കായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാണ്. എങ്കിലും ഇവിടെ ചന്ദ്രൻ അനുകൂലമല്ലാത്ത 2 ദിവസങ്ങളാണിത്. എങ്കിലും പൊതുവെ ഗുണാധിക്യം തന്നെ ഞങ്ങൾ തുലാം രാശിക്ക് പ്രവചിക്കുന്നു. ഇനി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 5 ഗ്രഹങ്ങൾ എന്ന ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. അതേസമയം ബാക്കിയുള്ള 4 ഗ്രഹങ്ങളും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളായിട്ട് നമുക്ക് പറയാം. ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ എടുത്തു പറയുന്നത് സൂര്യൻ 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും, പിതൃഗുണമുണ്ടാവും, സന്താന നേട്ടം, ഇതൊക്കെ നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ വ്യാഴം 7-ാം ഭാവത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ഊഷ്മളമായ അനുഭവങ്ങൾ ഉണ്ടാക്കിത്തരും. പിന്നെ ലൗകിക സുഖങ്ങൾ, അതുമാത്രമല്ല വിവാഹം കാത്തു നിൽക്കുന്ന യുവക്കൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ, അതാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നത്. ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ബന്ധങ്ങൾ പൊതുവെ സുദൃഢമാവും, ഊഷ്മളമാവും. അതുവഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വൃശ്ചികം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഇവിടെ 3
ഗ്രഹങ്ങൾ അനുകൂലമാണ്. ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഇവ മൂന്നും അനുകൂലമാണ്. പക്ഷെ അവ ശുഭഗ്രഹങ്ങളാണ്. നമുക്ക് വേണ്ടത് പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേട്ടങ്ങൾ കൂടുതൽ വരുന്നത്. ഇവിടെ ശനിയും ചൊവ്വയും പ്രതികൂലമാണ്, കണ്ടകശനിയാണ്. അതുപോലെ ചൊവ്വ അഷ്ടമത്തിലാണ് ചൊവ്വ. അപ്പോൾ അത് കാരണം ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അഗ്നി, അതായത് തീ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ വ്യാഴം പ്രതികൂലമാണ് 6ാം ഭാവത്തിൽ. എങ്കിലും മെയ് 14 മുതൽ ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ അതൊരു വലിയ ഹൈലൈറ്റാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മെയ് 14 ശേഷം ചെയ്യാൻ ശ്രമിക്കുക. കാരണം വ്യാഴത്തിൻ്റെ ഒരു വലിയൊരു ആനുകൂല്യം വരാൻ കിടക്കുകയാണ്. ഏകദേശം 1 വർഷം ഇവർക്ക് വ്യാഴം കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാവും മെയ് 14 തൊട്ട്. അതുപോലെ തന്നെ മെയ് 18 ഇവർക്ക് സർപ്പം അനുകൂലമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല കാലങ്ങൾ അങ്ങോട്ട് വരാൻ കിടക്കുകയാണ് ധനുരാശിക്ക്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. അതായത് മെയ് 14 കഴിയുമ്പോൾ, അത് മാത്രമല്ല മെയ് 18 ആകുമ്പോൾ 3 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരും. വ്യാഴം, രാഹു, കേതു. അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതുവരെ ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ ശ്രമിക്കുക. പൊതുവെ ധനുരാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. നമുക്ക് മെയ് 18 ശേഷം അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്യാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാം, വിവാഹം, അതുപോലുള്ള കാര്യങ്ങൾ. കാര്യം 7ാം ഭാവത്തിലാണ് വ്യാഴം വരാൻ പോകുന്നത്. അപ്പോൾ വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്കൊക്കെ മെയ് 14 ശേഷം, പ്രത്യേകിച്ച് മെയ് 18 ശേഷം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനുരാശിക്കാർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 1 വർഷത്തോളം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരാൻ കിടക്കുകയാണ്. ഒരു 2 ആഴ്ച കൂടെ നിങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ ഇനി മകരം രാശി നോക്കാം. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാര്യം ഇവിടെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം, അതേസമയം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിട്ട് വരുന്നു. അപ്പോൾ ടോട്ടൽ കണക്കാക്കുമ്പോൾ പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നും തന്നെയില്ല. വൃശ്ചിക രാശിയുടെ കാര്യം പറഞ്ഞാണ്. കാരണം ഇവർക്ക് ഇട്ടി വെട്ട് സൗഭാഗ്യമാണ്. അതായത് ശത്രുക്കൾ ആരുമില്ല നമുക്ക്. അതായത് ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോഴേ എതിർ ടീമിൽ ഗോളി ഇല്ലാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഗോളിയില്ല, എതിർത്ത് കളിക്കാനും ആരും ഇല്ലെന്ന് ഉള്ള ഒരവസ്ഥ. അപ്പോൾ കൂളായിട്ട് നമുക്ക് ചറപറ കൊണ്ടുവന്ന് ഗോളടിക്കാം. അപ്പോൾ അങ്ങനൊരു ഇടിവെട്ട് സൗഭാഗ്യമുള്ള കാലമാണ് ഈ മകരം രാശിക്കും വൃശ്ചികം രാശിക്കുമൊക്കെ ഈ 2 ദിവസങ്ങൾ, മെയ് 1, 2 തീയതികളിൽ. അപ്പോൾ മകരം രാശിക്ക് സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, അടിപൊളി ദിവസങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാം നേടാൻ പറ്റുന്ന ദിവസങ്ങളാണ് മകരം രാശിക്ക്. അടിപൊളി ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഓരോന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, കുംഭം രാശി. കാര്യം അത് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി കുംഭം രാശി എന്ന് പറയുക അവിട്ടം അവസാനം 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയാം. എങ്കിലും ഇവിടെ നമുക്ക് സൂര്യനും ചൊവ്വയൊക്കെ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം, അതുപോലെ തന്നെ ഈ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് നമുക്ക് മറികടക്കാൻ പറ്റും. അതുപോലെ ബുധൻ, ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു.
ശനി 7:30 ശനിയാണ് എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ ശനിയാഴ്ച നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി മന്ത്രജപങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ മെയ് 18-ാം തീയതി രാഹു ജന്മത്തിൽ നിന്ന് 12-ാം ഭാവത്തിലേക്ക് വരും. അത് വലിയ ഗുണകരമല്ല, പക്ഷേ ദോഷം കുറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ശനി മാത്രമാണ് 7 ശനിയായിട്ട്, ജന്മശനിയായിട്ട് ഇവർക്ക് നിൽക്കുന്നത്. ഇപ്പോൾ സർപ്പവും ജന്മത്തിലാണ് എങ്കിൽ 18-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നേട്ടമാണ്. അപ്പോൾ ഇവിടെ ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത്. പ്രതികൂലമായിട്ട് ശനിയും രാഹുവും ഉണ്ട്. പക്ഷെ ബാക്കി 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള സമയമാണ്. എങ്കിലും ഇവർക്ക് നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് നേട്ടങ്ങൾ പ്രധാനമായിട്ടും വരും. ഇപ്പോൾ ഈ പറഞ്ഞ ശനി മാത്രമാണ് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രതികൂല അവസ്ഥയൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ഇടിവെട്ട് സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാം. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 1-5-2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 5, 9, 2, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 2, 5, 2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 5, 9, 8, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 1-ാം തീയതി രാവിലെ 4:35 AM മുതൽ 5:23 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 1-ാം തീയതി. 2-ാം തീയതി 4:34 AM മുതൽ 5:22 AM വരെയാണ് 2-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 1-ാം തീയതി ഉച്ചയ്ക്ക് 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 1-ാം തീയതി. 2-ാം തീയതി ഉച്ചയ്ക്ക് 11:58 AM മുതൽ 12:48 AM വരെയാണ് PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 2-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ രാഹുകാലം 1-ാം തീയതി ഉച്ചയ്ക്ക് 1:56 PM മുതൽ വൈകിട്ട് 3:29 PM വരെയാണ് 1-ാം തീയതി രാഹുകാലം. 2-ാം തീയതി രാവിലെ 10:50 AM മുതൽ ഉച്ചയ്ക്ക് 12:23 PM വരെയാണ് 2-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 1-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 2-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.